കലാശ്രീകളെ, പ്രിയമുള്ള എൻ്റെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ 1973 ആദ്യമായി എൻ്റെ കഥാപ്രസംഗത്തിൽ അരങ്ങേറുന്നത്. അന്ന് അപ്പുറത്ത് ആണ് എൻ്റെ സ്റ്റേജ് വടക്ക് ഭാഗത്ത്. അന്ന് എനിക്ക് തന്ന പ്രതിഫലം 25 രൂപയാണ് എന്ന് പറഞ്ഞാൽ അന്ന് ഹാർമോണിയം വായിക്കുന്ന ആൾക്ക് 5 രൂപ കൊടുത്താണ്. ഇന്ന് ആ സ്ഥാനത്ത് നമ്മൾ 20,000 രൂപ വരും, എന്നാലേ മുതലാവുള്ളൂ. അങ്ങനെ ഈ മണ്ണിൽ നിന്ന് തുടങ്ങി വെച്ച ആ കലാപ്രസ്ഥാനം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി ഏതാണ്ട് 10,000-ഓളം വേദികൾ വളരെയധികം കഷ്ടപ്പാടുകളായ നാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ 10,000 വേദികൾ തികയുന്ന ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോവുകയും, കാരണം ഈ 10,000 വേദികൾ തികയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, മരണത്തിൻ്റെ വക്കിൽ വരെ എത്തിയിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഈ കലയുമായി നടന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കലാപ്രസ്ഥാനമാണ് കഥാപ്രസ്ഥാനം. എനിക്ക് മറ്റു മേഖലയിലേക്ക് പോകാൻ നാടകത്തിൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സംവിധായകൻ ശ്രീ വിനയനും പടിയൻ ജോർജും സിനിമയിൽ അഭിനയിക്കാനും സീരിയലിൽ അഭിനയിക്കാനും ഒക്കെ ധാരാളം അവസരങ്ങൾ കിട്ടിയെങ്കിലും എൻ്റെ കഥാപ്രസംഗം ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോകാൻ എനിക്ക് ഒരിക്കലും മനസ്സ് വരാത്തത് കൊണ്ടാണ് ഇത്രയധികം ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാ മേഖലയിലും ഒരു അനുഗ്രഹം, എൻ്റെ നാട്ടുകാരുടെയും നിങ്ങളുടെയും മലയാളികളുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇത്രയും വേദികൾ തുറയ്ക്കാൻ എനിക്ക് അനുഭവം കിട്ടുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. പുരാണകഥ എന്ന് പറഞ്ഞ മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനായ കർണന്റെ ജീവചരിത്ര കഥയാണ്. മഹാഭാരതം 2-3 പ്രാവശ്യം വായിച്ചതിന് ശേഷം മറാഠി സാഹിത്യകാരനായ ശിവാജി സാവന്ത് എഴുതിയ കർണൻ എന്ന നോവലുകൂടെ വായിച്ചപ്പോഴാണ് എനിക്ക് കർണൻ എന്ന കഥ എടുക്കണമെന്ന് തോന്നിയത്. ഈ 10,000 വേദികളിൽ ഏറ്റവും കൂടുതൽ കഥ അവതരിപ്പിച്ചത് കർണന്റെ കഥയാണ്. ഈ കഴിഞ്ഞ ദിവസം തിരുവാമ്പാടി ക്ഷേത്രത്തിലൊക്കെ അവതരിപ്പിച്ചത് കർണനാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ കഥയാണ്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കഥയാണ് കർണൻ. അച്ഛനും അമ്മയും ആരെന്നറിയാതെ 70 വർഷക്കാലം ജീവിച്ച കർണന്റെ ത്യാഗോജ്വലമായ ജീവിതകഥ. കർണനെ പോലുള്ള ആളുകൾ നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ ആലപ്പുഴയിൽ ധാരാളമുണ്ട്. അച്ഛനാരാണ് അമ്മയാരാണെന്ന് അറിയാത്ത ജീവിക്കുന്ന ആൾക്കാർ. പാണ്ഡവ പുത്രനായിരുന്നിട്ടും കൗരവഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കൗരവഭാഗത്ത് നിന്നുകൊണ്ട് തന്റെ സഹോദരങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്യേണ്ടി വന്ന അത് ഭാഗ്യനായ കർണന്റെ ജീവചരിത്ര കഥയാണ്. സൂര്യപുത്രനായിട്ടും സൂതപുത്രനായി ജീവിക്കേണ്ടി വന്ന കർണന്റെ ജീവചരിത്ര കഥ. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ദാനത്തിന്റെയും പ്രതീകമായ കർണന്റെ ജീവചരിത്ര കഥ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. മഹാഭാരതത്തിലെ കർണൻ. മഹാഭാരതത്തിലെ കർണൻ.
ദുര്യോധനൻ ആരാണ്? ആരുമല്ല, ഇത് ആരാണ്? ദുർവാസാവ്. ക്ഷിപ്രകോപിയാണ്. എപ്പോഴാണ് ദേഷ്യം വരുന്നത് ആർക്കും നിർവചിക്കുവാൻ സാധ്യമല്ല. പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ തുതിക്കുന്ന നിലനിൽക്ക് ഒരൊറ്റ അത്രയ്ക്കും ക്ഷിപ്രകോപിയാണ് ദുർവാസാവ്. ഭയമാണ്, ഭയങ്കര ഭയമാണ്. പണ്ടുള്ള നമ്മുടെ ആൾക്കാർ റോഡിൽ നിൽക്കുമ്പോൾ വഴിയിൽ നിൽക്കുമ്പോൾ തമ്പരാക്കന്മാർ പല്ലക്കിൽ വരുമ്പോൾ ഓടി ഒളിക്കുന്നത് പോലെ ഹോയ് ഹോയ് തമ്പരാക്കന്മാരെ പല്ലക്കിന്റെ വെടികേൽക്കുമ്പോൾ ഓടി ഒളിക്കുന്നു നമ്മൾ. അതുപോലെ ആ വരുന്നു ആരെ ദുർവാസാവ് ഓടി ഒളിക്കുകയാണ് പല ഭാഗത്തേക്ക്. നടന്നു കണ്ടാലോ ഭയമോ എന്താ വരലാ. നിർവചിക്കുവാൻ സാധ്യമല്ല. പെട്ടെന്ന് ദേഷ്യം വരും. ഇത്രയും കോപമുള്ള, ഇത്രയും ക്ഷിപ്രകോപിയായ ദുർവാസാവിനെ പരിചരിച്ചു ആര്? 17 വയസ്സ് പ്രായം വരുന്ന സുന്ദരിയായ ഒരു പെണ്ണ്, ചുവന്ന് തുടുത്ത കവിത്തളങ്ങൾ, തൊണ്ടിപ്പഴമ്പോലുള്ള തരങ്ങൾ, കുവളപ്പൂവിന്റെ മനോഹാരിതയുടെ നയനങ്ങൾ ജഗനം പറിച്ച് വളർന്നു കിടക്കുന്ന പൂജാരി, പൂജക്കെടുക്കാൻ കാത്തു നിൽക്കുന്ന സുഗന്ധപുഷ്പം പോലുള്ള ഘനത്ത വാങ്ങണം. സോണ അമ്മയെ കണ്ടേ? ചേട്ടൻ എന്തൊക്കെയാ? ഞാൻ അമ്മയോട് പറയുകേണ്ട. രണ്ടുപേരും രസത്തിൽ കയറി വീണ്ടും യാത്രയായി. മുറിയിലേക്ക് നമുക്ക് ഒടുക്കി വിടാം. ഇല്ല, എന്നാൽ ഞാൻ പറയുന്നതനുസരിക്കും. നമുക്ക് ആ പേടകത്തിൽ കൊച്ചിന് വയ്ക്കാം. കൊച്ചിലേക്ക് കണ്ടു, കുഞ്ഞിലേക്ക് കണ്ടു. തോഴി കുഞ്ഞിനെ വാങ്ങി ആ പേടകത്തിൽ വെച്ചു. നദിയുടെ ഓടങ്ങളിലേക്ക് മെല്ലെ ആ പേടകം തണ്ടി വിട്ടു.